എല്ലാവരും പറയുന്നത് ഈ പാൻക്രിയാസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു, നമ്മുടെ ഡയബറ്റീസ് വരാതെ അതിന് നമ്മളെ ഒഴിവാക്കി തരുന്നു. അതുമാത്രം നമ്മുടെ മനസ്സിലുള്ളൂ. പക്ഷെ അതിനുപരി ഒരുപാട് വിഷയങ്ങൾ ഈ പാൻക്രിയാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദഹനത്തിന് പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം ദഹിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട ജ്യൂസുകളൊക്കെ ഉണ്ടാകുന്നു. അതിനൊപ്പം അതിന് അസുഖങ്ങളും വരും. ഒന്ന്, മദ്യപാനം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വരാം, പാൻക്രിയാസിന് അസുഖങ്ങൾ വരാം. മദ്യപിക്കാതെ തന്നെ പാൻക്രിയാസിന് അസുഖം വരാം. പാൻക്രിയാസിൻ്റെ കല്ലുകൾ വരാം. കല്ലുകൾ വന്നാൽ അതിനെ തടസ്സപ്പെട്ട് വേദന വന്ന് കോംപ്ലിക്കേഷൻസൊക്കെ വന്ന് ചെറുപ്പക്കാർക്ക് വരെ അപകട സാധ്യത വരെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആളുകൾ എവറസ്റ്റ് മല വരെ കയറിക്കഴിഞ്ഞു ഇതുവരെ. അതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞു. എല്ലാം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. പക്ഷെ എല്ലാം സമയത്തിന് അത് കണ്ടുപിടിക്കണം. ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ എപ്പോഴും അത് സാധാ ഡയബറ്റീസ് ആണെന്നും കൂടെ നമ്മളെപ്പോഴും വിചാരിക്കരുത്. ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ പാൻക്രിയാസിൽ കല്ലുണ്ടെങ്കിൽ സംഭവമേ വേറെയാണ്. അതുപോലെ ജോണ്ടിസ് എന്ന് പറയുമ്പോഴും പാൻക്രിയാസിലെ ക്യാൻസർ വന്നാലും ജോണ്ടിസ് വരാം. അപ്പം അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ അതിനെ തീർത്തും ഭേദപ്പെടുത്താം. എല്ലാം അസുഖങ്ങളും എല്ലാ വിഷയങ്ങളും, വീട്ടിലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ ഭിത്തിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും നേരത്തെ ചികിത്സിച്ചാൽ അതിന് നമുക്ക് എളുപ്പത്തിൽ ശരിയാക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ സിംറ്റംസ് വരുമ്പോൾ സിംറ്റംസിനെ നമ്മൾ നിസ്സാരമാക്കി കളയരുത്. എപ്പോഴും ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർമാരോട് തന്നെ നമ്മൾ പറയണത്, ഡോക്ടർമാരും എപ്പോഴും ഉഷാറായിരിക്കണം. പേഷ്യൻറ്റിന് താങ്കൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുന്നത് വളരെ അപകടമാണ്. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ.